പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂടി ഒരുവനായ സ്തോത്രം. ഓരോ ദൈവമക്കൾക്കായിട്ടും സ്തോത്രം. പിതാവെ, ഞാൻ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലെ ദൈവം ആദരിക്കുകയും എല്ലാ നന്മകളാലും നിറയ്ക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കർത്താവെ, കാര്യങ്ങളായിട്ടുള്ള സഹോദരിമാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നതാണല്ലോ കർത്താവ്. എല്ലാ നന്മയും അവർക്ക് നിമിഷം അല്പനിമിഷം ദിവസം ലഭിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആലോചന മാത്രം പങ്കുവയ്ക്കുവാൻ സഹായിക്കണമേ. മാനുഷികമായ ആലോചനകൾ ചിന്തകളൊന്നും വരാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടെ ഈശ്വരനാമത്തിൽ അപേക്ഷിക്കുന്നതാവേ കൃപയുണ്ടായി പറയണമേ. ദൈവവേല ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വരുന്ന ഇവിടെയാണെന്നാണ് തോന്നുന്നത്. തിങ്കളാഴ്ച വരുന്നുണ്ട്, ചൊവ്വാഴ്ച വരുന്നുണ്ട്, ബുധനാഴ്ച വരുന്നുണ്ട്, വെള്ളിയാഴ്ച വരുന്നുണ്ട്. അങ്ങനെ മിക്കവാറും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ലഭിച്ച നല്ല അവസരങ്ങൾ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വരുമ്പോൾ ഒത്തിരി ഗുണമുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ സമ്മർ സ്കൂൾ വളരെ അനുഗ്രഹമായിട്ട് നടക്കുന്നു. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അവിടെ നിന്നും കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് രസം എന്താണെന്ന് വെച്ചാൽ മനോഹരമായ പേരുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പലരുടെ പേര് പ്രത്യേകിച്ച് എനിക്ക് സങ്കടം തോന്നുന്നത് നമ്മുടെ ഗിറ്റി സാറിന്റെ കാര്യം ഓർത്താണ്. ഡോക്ടറുടെ മോന് സാറിട്ട പേര് വളരെ മനോഹരമായ പേരാ, അമിത് എന്നല്ലേ, അമിത് ഡോക്ടർ. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇപ്പൊ അമിത് ഡോക്ടർ എന്നൊന്നും അല്ല വിളിക്കുന്നത്. എന്നെ വിളിക്കുന്നതെന്ന് അറിയാവോ? വിഷമം തോന്നി. ഒരു ഹാമാൻ എന്നാണ് വിളിക്കുന്നത്. നാമൻ സോറി, ഹമാൻ അല്ല, ഹമാൻ മോശം ക്യാരക്ടർ, നാമൻ. പക്ഷെ അത് ഒരു ദൈവകൃപയല്ല, ഒരു ക്യാരക്ടറായിട്ട് വന്ന് ആ രീതിയിൽ. പിന്നെ നമ്മുടെ തോമസ് ഡോക്ടർ ഒരു ഏലി പ്രവാചകനായി. നമ്മുടെ ബെൻ ബ്രദറിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല ഞാനത്. പക്ഷെ എന്നാലും നമ്മുടെ ഡോക്ടറുടെ വൈഫ് അസിസ്റ്റർ മാഡം ഹന്ന പ്രവാചകയായി, നിസി മാഡം ഹന്നയായി. അങ്ങനെ ഓരോരുത്തരും ആ ക്യാരക്ടറായിട്ട് വന്നു. അപ്പം അതൊക്കെ ദൈവകൃപയാട്ടോ. കർത്താവ് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചത് മനോഹരമായി നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവം അതിന് തരുന്ന അതിനുവേണ്ടി എഫോർട്ട്സ് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിവിടെ വന്ന് ഹാപ്പിയാണ്. നല്ല നല്ല വചനങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ജിതേന്ദ്ര ബ്രദർ നല്ല ബിസ്ക്കറ്റ് തരും. അതൊക്കെ റിയലി എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും വിവിധങ്ങളായ ബിസ്ക്കറ്റുകളും ആപ്പിയും ഒക്കെ കിട്ടുമ്പോൾ റിയലി ദയർ എൻജോയ്. ദൈവം മാനിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ശുശ്രൂഷകളെ എന്നും മുമ്പോട്ട് പോകാൻ, അനുഗ്രഹമായി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഈ PBS അല്ലെങ്കിൽ സമ്മർ സ്കൂളിൽ പഠിച്ച ഒരു വാക്യമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. പാഠം പഠിച്ചല്ലേ? നിസിമാനത്തിന് എന്താണല്ലോ അറിയാതിരിക്കും. യോശുവയുടെ പുസ്തകം 24:15. 15-ന്റെ ലാസ്റ്റ് ഭാഗം മതി. ആരെങ്കിലും വായിക്കുമോ? അത് ഞാൻ തന്നെ വായിക്കണം. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പൊ ഇത് ഒത്തിരി ലോലിപ്പോപ്പ് കിട്ടുന്ന വാക്യമാണ്. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങള് യഹോവയെ സേവിക്കും. ഈ വാക്യം എനിക്കറിയാം നമ്മളിവിടെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാ, ധ്യാനിച്ചിട്ടുള്ളതാ. എങ്കിലും ഈ ദിവസങ്ങളിൽ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, യോശുവ ഇത് പറയുമ്പോൾ ഏകദേശം എത്ര വയസ്സുണ്ടായിരുന്നു? 60
പശുവിനെ നോക്കിയിട്ട് എന്റെ അപ്പച്ച പണ്ട് സേവിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ശരിയാണ്, ഇപ്പൊ സേവിക്കുന്നു പറഞ്ഞാൽ എങ്ങനെയാണ് സേവിക്കാൻ പറ്റേ? വയസ്സാം കാലത്ത് വീട്ടിലൊക്കെ ഇരുന്നാ പോരെ. അതും ആരോടൊക്കെ പറയുന്നേ? യോശുവ പറയുക, യോശുവ പറയുക ഞാൻ കർത്താവിനെ സേവിക്കും. ഞാൻ മാത്രമാണ് സേവിക്കാൻ, എന്റെ ഭാര്യ കർത്താവിനെ സേവിക്കും, എന്റെ മക്കള് കർത്താവിനെ സേവിക്കും. അത് കർത്താവിനെ എല്ലാവർക്കും സേവിക്കാൻ പറ്റുമോ? സേവിക്കാന്ന് പറഞ്ഞാൽ എന്താ? സെർവ് ചെയ്യുക, അതല്ലേ? സെർവ് ചെയ്യുക എന്നുള്ള പദവ. എന്തായി സേവിക്കുക? സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനത് സെർവ് ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഹോട്ടലുകളിലാണ്. ഹോട്ടലുകളില് പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ ഒരാൾ പോയി. ഇന്ത്യൻ കോഫി ഹൗസിൽ പോയപ്പോഴാണ് അധികം ഞങ്ങളെ പോലെ ഇടുക്കിക്കാരൊക്കെ അധികമൊന്നും ഇങ്ങനെയുള്ളതൊന്നും പോകാത്തതുകൊണ്ട് ഒരമ്മച്ചി പോയി ഇങ്ങനെ നോക്കിയപ്പോഴാണ് കിരീടമൊക്കെ വെച്ച ഒരാള് വരുവാ. അമ്മച്ചി എന്താ വേണ്ടേ? രാജാവ് എനിക്ക് 2 ദോശയും ചപ്പാത്തി. കാരണം നോക്കിയപ്പോഴെന്താ കിരീടമൊക്കെ വെച്ചിട്ടാ വരുന്നത്. ഞാൻ കിരീടം പറയാൻ കാരണം ഇന്ന് കിരീടത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ദൈവം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം എന്നതുകൊണ്ട് അവിടെ പോവല്ല, അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, കിരീടം കിട്ടത്തുള്ളൂ. അപ്പൊ ആ കിരീടം നമ്മൾ എന്ത് ചെയ്യും? തലയെ വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കത്തില്ല. നമ്മുടെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാനുള്ളതും എന്താ? കിരീടം. എവിടെ നിന്ന് കിട്ടുന്ന നമ്മൾ കിരീടങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇത്രയും കോഫി ഹൗസിലെ സാഹചര്യം പറഞ്ഞത് ഒരു പക്ഷെ നമ്മളെക്കാളൊക്കെ ശമ്പളമൊക്കെ കിട്ടുന്ന ആളുകളായിരിക്കും. കോഫി ഹൗസിലാണ്, വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഉള്ള ശമ്പളം കിട്ടിയില്ലെങ്കിൽ ടിപ്പെങ്കിലും നല്ല പൈസ അവർക്ക്. പക്ഷെ എന്നാലും സെർവ് ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ടോ? സെർവ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി സാറേ എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഓരോന്ന് നോട്ട് ചെയ്യും. എന്നിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് പോയിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോഴത്തേക്കും വളരെ മാന്യമായിട്ട് നല്ല വൃത്തിയായിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് ഈ സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതിന് നല്ലൊരു എഫോർട്ട് എടുക്കണം, അല്ലേ? ഈ വ്യക്തിയുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ട സാധനങ്ങൾ ഏറ്റവും മാന്യമായിട്ട് കൊണ്ടു കൊടുക്കുക. അത് നല്ലൊരു കഴിവുള്ളവർക്ക് പറ്റത്തുള്ളൂ. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ഹോട്ടലിലൊക്കെ കയറിയ പിന്നെ നമ്മൾ ജന്മത്ത് അവിടെ കയറത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ എന്താ വേണ്ടേ, ഇതാ തിന്നോന്ന് പറഞ്ഞൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ആ സാധനം. പക്ഷെ ഏറ്റവും ആളുകൾ കെയർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് തന്നെ ഇച്ചിരി ഇച്ചിരി പഠിക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ഹോസ്പിറ്റാലിറ്റി, അല്ലെ? ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പറയാൻ കാരണം അവിടെയൊക്കെ ചെല്ലണം എങ്ങനെയാ സെർവ് ചെയ്യാന്നുള്ളത്. അത് അവിടെ മാത്രമല്ല, എവിടെ പോയാലും ഇപ്പോഴത്തെ കാലത്ത് സെർവ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സേവിക്കുന്ന കാര്യത്തില് നല്ല നല്ല മാതൃകകൾ ട്രെയിനിങ് തന്നെ കൊടുത്തിട്ട് ഓരോ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ആളുകളെ വേലക്കായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കായിട്ട് ട്രെയിനിങ് കിട്ടാത്തവരുണ്ട്. ട്രെയിനിങ് കിട്ടാത്തവർ അവിടെ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തെ മുടിപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ വന്ന് കയറി കഴിയുമ്പോഴേ ആരാ എന്താന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുന്ന കാണും. പിന്നെ നമുക്ക് അവിടെ ഒന്ന് പോകാനോ ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. എന്നതേ സർവീസ്, സേവനം മതി തോന്നുന്നത്. സർവീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം ദൈവത്തെ സെർവ് ചെയ്യുക, കർത്താവിനെ സെർവ് ചെയ്യുക. അത് ദൈവദാസന്മാർ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. കർത്താവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ
ദൈവമക്കൾ എല്ലാവരും ചെയ്യേണ്ട ശുശ്രൂഷയാണ് ഏതാ? ദൈവത്തെ സെർവ് ചെയ്യുക. ഞാനത് പറയാൻ കാരണം നമ്മളിവിടെ കുഞ്ഞുങ്ങളുടെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, വളരെ ഓരോരുത്തരും അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഞാൻ കണ്ടു. നമ്മുടെ സിസ്റ്റത്തില് പവർ പോയിന്റ് ഉണ്ടാക്കുന്നവർ പോലും, എനിക്ക് അറിയത്തില്ല കേട്ടോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ്. വെരി ഗുഡ്. അവിടെ തുടങ്ങി അതിന്റെ ക്വാളിറ്റി നിലനിർത്തുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ ആരും അറിയത്തില്ല അല്ലേ? ആ പവർ പോയിന്റ് ഉണ്ടാക്കി, ഞാൻ പറഞ്ഞില്ല എന്നെ പോലുള്ളവരായിരിക്കും കൂടുതൽ കാണും. പക്ഷെ ആ ചെയ്യുന്നതിനുള്ള പ്രതിഫലം എവിടെ കിട്ടും? സ്വർഗത്തിലെ ദൈവം. ചില ദിവസം, ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോഴ് കണ്ട ഒരു കാര്യം, ഇവിടെ എന്തോ കിടക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ഓടി വന്ന് ഇത് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാനത് പറയുന്നത് എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? സംസാരമായിരുന്നു തോന്നുന്നു, അത് ക്ലീൻ ചെയ്യാനായിട്ട് അതുമായിട്ട് പോകുന്നത്. ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടിയല്ലേ? ദൈവം ഇതിനെല്ലാം പ്രതിഫലം നൽകും. കർത്താവിന്റെ സേവ നമുക്ക് നോക്കിയാൽ കർത്താവിനെ സേവിക്കാൻ പല അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുമെന്നുള്ളതിന് സംശയമില്ല. അപ്പൊ സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എന്താണോ ദൈവം പറഞ്ഞിരിക്കുന്നത് അത് എന്ത് ചെയ്യണം? അത് ആദ്യം മനസ്സിലാക്കണം. അത് അതുപോലെ ചെയ്യുമ്പോഴാണ് എന്താവുള്ളൂ? സെർവിങ് ആകത്തുള്ളൂ, സർവീസ് ആകത്തുള്ളൂ. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ വായിച്ച വേദഭാഗത്ത് തന്നെ യോശുവയുടെ പുസ്തകം 24:15 നമ്മൾ വായിച്ചത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് പറഞ്ഞപ്പോൾ ഇവരോട്, ഈ ജനങ്ങളോടാ പറഞ്ഞത്, നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ചെയ്യാം. നിങ്ങൾക്ക് ആരെ സെർവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഇവര് പറഞ്ഞൊരു വാക്കുണ്ട്. ഇവര് പറഞ്ഞ വാക്ക് അതിന്റെ 21-ാം വാക്യം. 21-ാം വാക്യത്തില് ഞാൻ പരമാവധി സൗണ്ട് കുറയ്ക്കുന്നതാണ്, കാരണം സൗണ്ടിങ് ഉണ്ടാവും. ഓക്കെ, 21-ാം വാക്യത്തില് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? ഞങ്ങളും അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ജനം യോശുവയോട് അല്ല ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ യോശുവ ഒരു തീരുമാനം എടുത്തു, ഞാനും എന്റെ കുടുംബവും എന്ത് ചെയ്യും? യഹോവയെ സേവിക്കും. അപ്പൊ ഇത് കേട്ട ജനങ്ങൾ അവരും ഒരു തീരുമാനം എടുത്തു, ഞങ്ങളും യഹോവയെ തന്നെ സേവിക്കും. ഇനി കർത്താവിനെ സേവിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദൈവം എന്താണോ പറഞ്ഞത്, ഇവിടെ മറ്റൊരു വാക്യം എഴുതിയിട്ടുണ്ട്, ദൈവത്തെ സേവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം, 22-ാം വാക്യം തുടങ്ങി ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോശുവ ജനത്തോട്, യഹോവയെ സേവിക്കേണ്ടത് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളെന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികളെന്ന് അവർ പറഞ്ഞു. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പിനെന്ന് അവൻ പറഞ്ഞു. ജനം യോശുവയോട്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്ക് ശെഖേമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. ഇവിടെ എല്ലാം അവരൊരു തീരുമാനം എടുത്തിരിക്കുക, ഞങ്ങൾ ആരെ സേവിക്കും? യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. ദൈവം പറഞ്ഞ വാക്ക് ആദ്യം എന്താണ് എന്റെ കർത്താവ് പറഞ്ഞത് കേൾക്കുക, അത് അതുപോലെ അനുസരിക്കുക. ഈ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 39
40 അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ ഒരു പദം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യം, ആ വേദഭാഗം ഒന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ എടുക്കാം. നമുക്ക് പുറപ്പാട് പുസ്തകം 39-40 അധ്യായങ്ങൾ. ഇതില് 40 അധ്യായത്തില് ഏകദേശം 8 പ്രാവശ്യം എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. എഴുതിയിരിക്കുന്ന വാക്ക് ഇതാണ്. അതിന്റെ 16-ാം വാക്യം നോക്കിക്കേ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോശ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. കണ്ടല്ലോ അല്ലേ? ഏകദേശം 8 പ്രാവശ്യം ഒരേ വാക്ക് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വാക്ക് ഇതാണ്. ദൈവം എന്ത് കൽപ്പിച്ചോ അത് തന്നെ മോശ ചെയ്തു. ഇനി 39-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്. ദൈവം എന്ത് കൽപ്പിച്ചോ അത് തന്നെ ചെയ്തു. ഞാൻ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. എന്നാൽ ദൈവം കൽപ്പിച്ച അതുപോലെ തന്നെ ചെയ്തപ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടായി. അതെന്താന്ന് വെച്ചാല് 39-43 വാക്യം നോക്കി. മോശ പണിയൊക്കെയും നോക്കി. ഞാൻ വായിക്കുന്നത് പുറപ്പാട് പുസ്തകമാണ് കേട്ടോ. പുറപ്പാട് പുസ്തകം 39-43 വാക്യം. മോശ പണിയൊക്കെയും നോക്കി, യഹോവ കൽപ്പിച്ചതുപോലെ അവർ അത് ചെയ്തു തീർത്തിരിക്കുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു. അപ്പൊ ഈ ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരം പണിത് ആരൊക്കെയാ? ബസലേല്, അതുപോലെ ഒരുപാട് വ്യക്തികൾ. എന്നാൽ അവർക്കൊക്കെ കിട്ടിയ ഒരു അനുഗ്രഹം, ദൈവം എന്ന് പറഞ്ഞോ അതുപോലെ ചെയ്തതുകൊണ്ട് ദൈവം അല്ലെങ്കിൽ മോശ അവരെ അനുഗ്രഹിച്ചു. ഇനി ഉൽപ്പത്തി പുസ്തകത്തില് നോഹ ചെയ്തതിനെ കുറിച്ച് എന്താ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 7 അധ്യായം നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 7 അധ്യായത്തില് നോഹ ചെയ്ത കാര്യവും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 7 അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നേ. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം ഒക്കെയും നോഹ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം ഒക്കെയും നോഹ ചെയ്തു. എന്തുകൊണ്ടാണ് അതുപോലെ 6-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം 22-ാം വാക്യം, ഈ ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ഒരു കാര്യം കൂടി ചേർത്ത് എഴുതിയിരിക്കുക, അങ്ങനെ തന്നെ. അപ്പൊ ദൈവമക്കളെ, കർത്താവിനെ സേവിക്കാന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് പറഞ്ഞോ അതുപോലെ എന്ത് ചെയ്യണം? അനുസരിച്ചിട്ട് അത് ചെയ്യാനുള്ളതാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഫിലിപ്പ ലേഖനം 2:22. ഫിലിപ്പ ലേഖനം 2:22 ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. തിമോത്തിയോസിനെ കുറിച്ചാണ് പറയുന്നത്. തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. അവനോ, അതിന് 21-ാം വാക്യം നോക്കുകയും, യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ എന്ത് ചെയ്തു എന്നാ വായിക്കുന്നേ? സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പക്ഷെ എല്ലാവരും മൂകരായിട്ടിരിക്കാൻ തോന്നും. ഞാൻ എന്നെ സൗണ്ടിച്ച് ഒന്ന് കുറച്ചു വെച്ചതാ, ശരിയാവുന്നില്ല തോന്നുന്നു. അപ്പോഴ് കർത്താവിന്റെ സേവ നമ്മൾ ചെയ്യുമ്പോഴാണ് എങ്ങനെ ചെയ്യണം? 2 തരം സേവ ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. ഞാനിത് പറയാനായിട്ട് കാരണം, സാധാരണ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാര് 2 തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ചില കൂലിപ്പണിയൊക്കെ ചെയ്യുന്നില്ലേ, നമ്മളൊക്കെ ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയും തൊഴിലുറപ്പെന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ആരെയും വിമർശിക്കാനോ പരിഹസിക്കാനല്ല. അവര് ഒരു പണി എന്തെങ്കിലും കൊടുത്താൽ അവരെന്ത് ചെയ്യും?
ഉഴപ്പാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം എന്താ? പൈസ കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിലെ പണി ചെയ്യാനാണെങ്കിലോ, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, സാധാരണ രീതിയിലുള്ള പിള്ളേര് അവരുടെ വീട്ടിലെ പണിയൊക്കെ ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുന്നേ? ഞങ്ങളുടെ വീട്ടിലെ പപ്പയൊക്കെ കൃഷിക്കാരനാണല്ലോ. അപ്പൊ കൃഷിക്കാരനായിരുന്നുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആരെങ്കിലും പണിക്ക് നിർത്തിയാല് അവര് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് കൂലി കിട്ടിയാൽ മതി. ആരെങ്കിലും കാണിക്കാൻ വേണ്ടി പണ്ടൊക്കെ റോഡൊക്കെ ടാർ ചെയ്യുന്ന കാര്യമൊക്കെ പറയും. എങ്ങനെയെങ്കിലുമൊക്കെ മേളിൽ നോക്കിയാൽ എന്ത് ചെയ്യണം? വൃത്തിയായിട്ടൊക്കെ ടാർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ തോന്നിക്കും. പക്ഷെ 2 കാറ്റും മഴയൊക്കെ വരുമ്പോഴാണ് ആ ടാറൊക്കെ ഒളിഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? ഒരു കൃഷി എന്തെങ്കിലും ചെയ്താൽ ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെ നടും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഇതെനിക്ക് റിസൾട്ട് കിട്ടണം. എനിക്ക് കൂലി കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്, ഇതിലൂടെ എനിക്ക് റിസൾട്ട് കിട്ടണം. അതുകൊണ്ടാ തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക്. ഈ തിമോത്തിയോസ് എന്താ ചെയ്യുന്നത്? മകൻ അപ്പന് ചെയ്യുന്നു. കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി എന്ത് ശുശ്രൂഷ ചെയ്താലും പ്രിയമുള്ളവരെ എങ്ങനെ ചെയ്തോളണം? ഞാൻ എൻ്റെ അപ്പന് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള ചിന്തയാണ്. ഞാൻ 1-2 വ്യക്തികളെ കുറിച്ച് ഞാനിങ്ങനെ എന്റെ മനസ്സിലൂടെ കടന്നു വന്നായിരുന്നു. അതിലൊന്നാണ് തിമോത്തിയോസ്, മറ്റൊരാള് അബ്രഹാം. 3-4 പേരുണ്ട്. മാർത്തയുടെ കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും. യേശുവിന്റെ കാര്യം തന്നെ, കർത്താവ് യേശു ക്രിസ്തു എങ്ങനെ ചെയ്തത്? കർത്താവിന്റെ സർവീസിനെ കുറിച്ച് വായിക്കുന്നത് ഒരു ദാസനെ പോലെ സേവ ചെയ്തിരുന്ന, തോർത്തൊക്കെ അരയിൽ കെട്ടി, ഇതാ സർവീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് എന്ത് ചെയ്താലും അബ്രഹാം ചെയ്തതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് അറിയാവോ? അബ്രഹാം മമ്രയുടെ തോപ്പിൽ നിൽക്കുകയാണ്. ആ സമയത്ത് 3 ദൈവദൂതന്മാർ വന്നു. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ചെയ്തത് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞിട്ട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇന്ന് എന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും? ഞാന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാലുകളെ കഴുകി. അതുപോലെ നേരെ സാറയുടെ അടുത്ത് എന്നിട്ട് എന്ത് പറഞ്ഞു? സാറയോട് പറയുക, അല്ലയോ സാറ്, നീ വേഗം കുറച്ച് അപ്പം ഉണ്ടാക്കാൻ. ഒരു ദാസന് ഏറ്റവും നല്ല ഒരു കാളക്കിടാവിനെ കൊടുത്തിട്ട് പറയുക, ഇതിനകത്ത് ഒന്ന് ആഹാരം ഉണ്ടാക്കുക. ഇതാണ് എന്ന് പറഞ്ഞാല് സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ, കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. 1-2 സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം മാത്രം വേഗത്തിൽ ഞാൻ പറഞ്ഞ എന്റെ വാക്കുകൾ ഒന്ന് അവസാനിപ്പിക്കുക. 1 ശമൂവേൽ 12:24. ശമൂവേലിന്റെ പുസ്തകം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 24-ാം വാക്യം. വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: മതി. കർത്താവിനെ സേവിക്കുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ വായിക്കുന്നത്, അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളു. 12:24 വാക്യം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഫോർ കൺസിഡർ വാട്ട് ഗ്രേറ്റ് തിങ്സ് ഹി ഹാസ് ഡൺ ഫോർ യു. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ ഓർക്കണം. കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ വരേണ്ട കാര്യം, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എങ്ങനെ ഓരോ കാര്യവും ചെയ്തു. അത് ചിന്തിക്കുന്നതോടുകൂടി നമ്മുടെ സർവീസിന്റെ ആ മനോഭാവം തന്നെ മാറുന്നുള്ളതിന് ഒരു സംശയമില്ല. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എന്ത് ചെയ്തു? കൺസിഡർ വാട്ട് ഗ്രേറ്റ് തിങ്സ് ഗോഡ് ഹാസ് ഡൺ ഫോർ യു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദൈവം എനിക്ക് ഗ്രേറ്റ് തിങ്സ് ആണ് ചെയ്തതെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദി ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ പറയാം, കർത്താവിന്റെ സേവ ചെയ്യുമ്പോൾ
ഡു ഇറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയോടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ആ കാര്യം ഹൃദയത്തിൽ ഓർക്കുമ്പോൾ അതേ നന്ദി കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എനിക്ക് വേണ്ടി ഞാനൊരു പക്ഷേ കർത്താവിന് വേണ്ടി നിന്ന് ഏൽക്കുമ്പോൾ എന്റെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? എനിക്ക് വേണ്ടി എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ അനുഭവിച്ച അതിന്റെ എത്ര ആവോ ഞാൻ എന്ത് ചെയ്താലും നന്ദിയോടെ. ഒരിക്കല് മദർ തെരേസയോട് മദർ തെരേസ എന്താ ചെയ്യുന്നതെന്ന് അറിയല്ലേ? കുഷ്ഠരോഗികളൊക്കെ ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷ കണ്ടപ്പോൾ വിസിറ്റ് ചെയ്തൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മദർ തെരേസ, ഞാൻ ഇനിയിപ്പോ 50,000 രൂപ അങ്ങ് എനിക്ക് തന്നാലും ഞാൻ ഈ പരിപാടി ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ മദർ തെരേസ പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയാവോ? 50,000 അല്ല, 5 ലക്ഷം രൂപ തന്നാലും ഞാനും ഈ പരിപാടി ഒന്നും ചെയ്തില്ല. എപ്പോഴാ പറയുന്നേ? കുഷ്ഠരോഗിയെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ. 50,000 അല്ല, 5 ലക്ഷം തന്നാലും ഞാനും ഈ പരിപാടി ഒന്നും ചെയ്തില്ല. പക്ഷേ എന്റെ കർത്താവിന്റെ ക്രൂശിലെ ആ സ്നേഹം ഓർക്കും, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ആ വലിയ കാര്യം ഓർക്കുമ്പോൾ ഞാൻ അറിയാതെ ഇത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ശുശ്രൂഷ രീതിയിലാകട്ടെ. ഗ്രേറ്റ്ഫുൾ ആയിട്ട് കർത്താവിന് വേണ്ടി സേവ ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം, സേവ ചെയ്യുമ്പോൾ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ വേല ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 6:24 ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് ഇവിടെ ഈ വാക്യത്തിൽ തന്നെയുള്ള ആ പദം എടുത്തിട്ട് പറയാം. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും. മത്തായിയുടെ സുവിശേഷം 6:24 അത് തന്നെയാണ് വായിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിക്കുക. അപ്പം അടുത്തൊരു കാര്യം, ഒന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കണം. 2 കർത്താവിനെ സേവിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ. എന്താ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹവും ഒരു സേവനവും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹൃദയത്തോടെ പൂർണ്ണമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് അത് ചെയ്താൽ നമുക്ക് അതിനകത്തൊരു വിഷമവും തോന്നത്തില്ല. ഉദാഹരണമായി യാക്കോബ് ലാബാന്റെ വീട്ടിൽ ആർക്ക് വേണ്ടി സേവ ചെയ്തേ? റാഹേലിന് വേണ്ടി സേവ ചെയ്തു. എത്ര വർഷമാണ്? അത് 7 വർഷം സേവ ചെയ്തു. അതിനുശേഷം പിന്നെയും 7 വർഷം സേവ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ലാബാന്റെ വീട്ടിൽ സേവ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അല്പകാലമായിട്ട് തോന്നിയതാണ്. അപ്പം കർത്താവിന് വേണ്ടി നമ്മൾ ഏത് ശുശ്രൂഷ എടുത്തു നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മള് ഹൃദയം കൊടുത്ത് ആ ശുശ്രൂഷ ചെയ്താൽ നമുക്ക് അതിനകത്തൊരു ഫീലിങ്ങും നമ്മുടെ ഹൃദയമാക്കാതെ പിന്നെ നേരെ തിരിച്ച് ഹൃദയം ആ വിഷയത്തിൽ ഇല്ലെന്ന് വെച്ചോ. ഇപ്പം സംസാരം ഇവിടെ വരുമ്പോൾ എന്നോടൊരു കാര്യം പറയാം, സഹോദരൻ ഇന്നത് ചെയ്യണം, എനിക്ക് മനസ്സിന് ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എപ്പോഴെങ്കിലും ശരിയാവും. നേരെ തിരിച്ച് എന്റെ മനസ്സ്, ഞാനും അത് തന്നെ ആഗ്രഹിക്കുക, നമുക്ക് ഇന്നത് ചെയ്യണം. അപ്പൊ ഈ ഹൃദയം എന്ത് ചെയ്തു? ഞാൻ ഓൾറെഡി ആ വിഷയത്തിന് വേണ്ടി എന്റെ ഹൃദയം സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ കർത്താവിനെ സേവിക്കുന്നത്, ഒന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സേവിക്കണം. 2 പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണം. 3 ഒരു വേദഭാഗം വായിക്കാം. റോമർ 12:11. റോമാലേഖനം 12:11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. അപ്പം കർത്താവിനെ സേവിക്കേണ്ടേ 3rd പോയിന്റ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് serve God with gratitude. 2 serve God with a full heart. 3 serve God with
വിത്ത് സെലസ് എന്ന് പറഞ്ഞാൽ എരിവോടുകൂടി കർത്താവിനെ സേവിക്കണം. എന്ത് എരിവോടുകൂടി കർത്താവിനെ സേവിക്കാന്ന് പറഞ്ഞാൽ എരിവ് എന്ന് പറഞ്ഞാല് എരിയുക എന്നൊക്കെ പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടി എരിയുക. എരിയണമെങ്കിൽ എന്ത് വേണം? രണ്ട് രീതിയിലുള്ള എരിവുണ്ട്. മുളക് തിന്നുമ്പോൾ ഒരു എരിവുണ്ട്. മറ്റേ എരിവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എരി തീ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ എന്താ എരിവിന് വേണ്ടത്? എരിവെന്ന് പറഞ്ഞാൽ ഒരു ഫയർ വേണം അല്ലേ? ഫയർ ഈ ഫയറിന്റെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ഫയർ എന്ന് പറഞ്ഞാല് ഒരു ആവേശം, ഒരു തീയ് നമ്മുടെ ഉള്ളിൽ ഞാൻ ആ ചെയ്യുന്ന വേലയോട്. ഈ ഇലക്ഷന്റെ ഒക്കെ സമയത്ത് ചിലരുടെ ഒക്കെ എരിവ് കാണാൻ പറ്റും. അവരുടെ പാർട്ടിക്ക് വേണ്ടി എന്ത് എരിവാണെന്നറിയാവും. ചില ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ ആരാധകർ അവരുടെ ആ ലീഡറിന് വേണ്ടി എന്ത് എരിവാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഈ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന വഴികളിലൊക്കെ ആളുകൾ കാത്തിരിക്കുക. രാത്രി 2 മണിയായിട്ടും വഴിക്കൊക്കെ ആളുകൾ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? കാണാൻ വേണ്ടി. ലാസ്റ്റ് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ എല്ലാവരും ടിവിയുടെ മുമ്പിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞത് ഒരു ഫയർ, ഒരു എരിവ്. എനിക്കത് ചെയ്യണം, എനിക്കത് കാണണം, എന്റെ കർത്താവിന് വേണ്ടി ഞാനിത് ചെയ്യും എന്നുള്ള എരിവ്. സമയമില്ലല്ലോ. അപ്പം നന്ദിയോടെ, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയോടെ ദൈവത്തെ സേവിക്കണം. 2, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം. 3, എരിവോടുകൂടി, ഒരു തീയോടുകൂടി, വിത്ത് ഫയർ, ഉത്സാഹത്തോടുകൂടി ദൈവത്തെ സേവിക്കണം. 4ാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തി 20:19. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു. എവിടെ വായിക്കുന്നത്? എന്താ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞാൻ കർത്താവിനെ സേവിച്ചത് എങ്ങനെയാ? 3 കാര്യം എഴുതിയിരിക്കുന്നത്. വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ. എന്ന് തുടങ്ങിയാന്ന് നോക്കണേ. ഞാൻ അതിന്റെ 18ാം വാക്യം, 18ന്റെ ലാസ്റ്റ്. ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞാൽ, ആസ്യയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഈ പൗലോസ് കടന്നു ചെന്നപ്പോൾ എങ്ങനെ കർത്താവിനെ സേവിച്ചു എന്നുള്ളതാണ്. കർത്താവിന്റെ ദാസന. പക്ഷെ എന്ത് ചെയ്തു? വളരെ. അടുത്ത വാക്കോ? കണ്ണുനീരോടെ. ആരുടെ കഷ്ടമാ? യഹൂദന്മാർ പുറകെ നടന്ന് ഉപദ്രവിക്കുക. കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ. എന്തിനാ ഈ ദൈവദാസൻ കണ്ണുനീരോടെ കർത്താവിനെ സേവിക്കുന്നത്? താഴ്മയോടെയും കണ്ണുനീരോടും കൂടെയൊക്കെ കർത്താവിനെ സേവിക്കുന്നത്. പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ആണുങ്ങൾ അങ്ങനെ അധികം കരയാറുണ്ട്. ഇവിടെ പൗലോസ് പറയുക, വന്ന ദിവസം തുടങ്ങി ഞാൻ എന്താ ചെയ്യുന്നത്? കണ്ണുനീരോടെ കർത്താവിനെ. ആസ്യക്കാര് പൗലോസിനെ എപ്പോഴും കണ്ണുനീര് കൊടുപ്പിക്കുവാണ്. ഇങ്ങനെ പറയട്ടെ, ദൈവസന്നദ്ധയിൽ ഇരുന്ന് എന്ത് ചെയ്തിട്ടുണ്ടാകാം? തന്റെ സഭയ്ക്ക് വേണ്ടി പൗലോസ്
സഭയ്ക്ക് വേണ്ടി കരയുന്നു. വചനം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ എന്തിനാ കണ്ണുനീരോടെ വിതയ്ക്കുന്നത്? പറയട്ടെ, വചനത്തിൽ ഒരിടത്തും നമ്മള് കരഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് വയലിലേക്ക് എന്ന് വിതയ്ക്കാനാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു. അപ്പം കർത്താവിന്റെ വേല ചിലർ ഒരിടത്ത് ഉത്സാഹത്തോടെ ചെയ്യുമ്പോൾ മറുവശത്ത് ചിലർ അതിനു വേണ്ടി എന്ത് ചെയ്യണം? കണ്ണുനീരൊഴുക്കി നനയ്ക്കണം. കണ്ണുനീരൊഴുക്കി നനയ്ക്കണം. സഭയുടെ സുതേറിയ അതിനെ കണ്ണുനീരെന്ന് പറയുന്നത്. പൗലോസ് വേല ചെയ്യുക മാത്രമല്ല, തന്റെ ജനത്തിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അതുകൊണ്ടാ പറഞ്ഞ കണ്ണുനീരോടും താഴ്മയോടും കൂടെ കണ്ണുനീർ ഒഴുക്കുന്നവർക്ക് ആർപ്പിന്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. പൗലോസ് കർത്താവിന്റെ വേല ചെയ്തപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിച്ചു. താൻ നട്ട ഓരോ വിത്തിനും വേണ്ടി ദൈവസന്നിധിയിലെ കർത്താവിന്റെ വേല ചെയ്യേണ്ട 4 വിധങ്ങളെ ഞാൻ പറഞ്ഞു. ഒന്ന്, serve God with gratitude. നന്ദിയോടെ കർത്താവിനെ സേവിക്കുക. Serve God with a full heart. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുക. Serve with God zealous, എരിവോടെ കർത്താവിനെ സേവിക്കുക. Serve God with the tears and humbleness. കർത്താവേ, ഞാൻ വിതച്ചു, ഇത് വളരണമെങ്കിൽ സ്വർഗം തന്നെ കഴിയണം. നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാൻ, നമ്മുടെ ദേശത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കാൻ, നശിച്ചു പോകുന്ന ചില ജീവിതങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാൻ. ഞാൻ ഇന്നലെ കർത്താവിന്റെ ദാസൻ മോസലിബന്റെ മകളുടെ വിവാഹ നിശ്ചയത്തോടു കൂടിയുള്ള ബന്ധത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, പുരുഷത്വം കാണിക്കാന്നുള്ളത്. ഒരു പക്ഷേ നമ്മൾ ധീരരായിട്ട് നിൽക്കുമ്പോൾ ദൈവസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ണുനീരൊഴുക്കാതിരിക്കാൻ. ചില ജീവിതങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കർത്താവിനെ സേവിക്കാൻ. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ സേവിക്കും. യോശുവയ്ക്ക് തന്നെ കുറിച്ച് പറയാൻ പറ്റി, വാർദ്ധക്യത്തിൽ ഞാൻ എന്റെ കർത്താവിനെ സേവിക്കും. തന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെ കുറിച്ച് പറയാൻ പറ്റി, എന്റെ മക്കൾ, എന്റെ കൊച്ചുമക്കൾ അവർ കർത്താവിനെ സേവിക്കും. ദൈവം നമുക്ക് പല അവസരങ്ങൾ നൽകും. ആ അവസരങ്ങളിൽ വിശ്വസ്തയോടെ നിന്ന്, ഉത്സാഹത്തോടെ, തീഷ്ണതയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, കണ്ണുനീരോടെ കർത്താവിനെ സേവിച്ചാൽ കർത്താവ് പ്രതിഫലം നൽകും. ഞാൻ ആദ്യം പറഞ്ഞു, അങ്ങനെ തന്നെ ഇസ്രായേൽ ജനം ആ വേല ചെയ്തപ്പോൾ മോശ എന്ത് ചെയ്തു? അവരെ നോഹ ദൈവം പറഞ്ഞതുപോലെ തന്നെ നടന്നപ്പോൾ നോഹയും ദൈവം അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വേല കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാം. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. താങ്ക് യു ബ്രദർ. നമുക്ക് ചേട്ടവചനത്തിന് മുമ്പ് കർത്താവിനെ സേവനം ചെയ്യാൻ, കർത്താവിന് വേണ്ടി പറയുന്നത് പോലെ മാത്രം ചെയ്യാൻ ഒരു ദിവസം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രത്യേകം അർപ്പിച്ച സത്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ഒരു നൂറ്റാണ്ടിന്റെ അനുഭവം കഴിഞ്ഞിട്ട് യോശുവ പറഞ്ഞ വാക്കുകൾ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിച്ചെന്ന് പറഞ്ഞ ആ വാക്കുകളെ എത്ര ആലോചിച്ചാണെന്നുള്ളത് പറഞ്ഞു. ഈ ദൈവമല്ലാതെ വേറെ, ഈ ദൈവത്തിനെ സേവിക്കാതെ അതിനപ്പുറം വരെ ചെയ്യുന്നതിന് വേറെ ഒന്നും അവർ ജീവിതത്തിൽ വേറെ ഒന്നും അതിനെക്കാട്ടിലും ഭാഗ്യമില്ല എന്ന് ഓർത്ത് യോശുവ പറഞ്ഞത്. വേറെ ആരെയുമില്ല, സർവശക്തനായ ദൈവം സ്നേഹവാൻ
കണ്ടെത്തി ദൈവം അവരെ അടിമത്തനത്തിൽ നിന്ന് വിടുവിച്ച് ഒരു വലിയ പാലും തേനും ഒഴുകിയ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവെ ഇതൊക്കെ ചെയ്തു തന്നത് ഈ ദൈവം. ദൈവമില്ലാതെ നിങ്ങളുടെ അടിമത്തനത്തിൽ തന്നെ കടന്നു. ഇതെല്ലാം ഓർത്താണല്ലോ, ദൈവത്തിന്റെ അത്ഭുത വഴികളും ഓർത്താണല്ലോ, ദൈവത്തിന്റെ സ്നേഹത്തിനും കരുതലും ഓർത്താണല്ലോ ഈ വാക്കുകൾ പറഞ്ഞത്. അതിന്റെ അനുഗ്രഹം ഓർത്താണല്ലോ. താങ്ക് യു കർത്താവേ. അങ്ങ് വളരെ നന്ദിയുള്ളതായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ആവേശത്തോടെ താഴ്മയോടെ കണ്ണീരോടെ ജീവിക്കുന്നതായിട്ട് ഞങ്ങൾ സേവിക്കുന്നവരായിട്ട് ഞങ്ങൾ നിർത്തണമേ പ്രാർത്ഥിക്കുന്നു. യെസ് ലോർഡ്, സഭയായിട്ട് ഞങ്ങൾ ഈ പ്രാർത്ഥനയുടെ മുമ്പിൽ വയ്ക്കുന്നു. ആ രീതിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്ത ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ അങ്ങ് ചെയ്ത നന്മകളെ ഓർക്കുന്നു. അങ്ങയുടെ വിശ്വസത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതല്ലാതെ കർത്താവേ ഒരു നേട്ടമില്ല. ഇത് തന്നെ അനുഗ്രഹം ഞങ്ങൾ ഓർക്കുന്നു. അതിൽ നിന്ന് മാറിപ്പോകാതെ ഞങ്ങളൊക്കെ പറ്റാൻ ഇടയാകണമേ, സഹിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനുവേണ്ടി സ്തോത്രം. മഹത്വം കേൾക്കണമേ. മകനെ ബലപ്പെടുത്തിയതിനു വേണ്ടി, വചനം പറയാൻ സഹായിച്ചതിനു വേണ്ടി സ്തോത്രിക്കുന്നു. താങ്ക് യു. പ്രാർത്ഥന കേട്ടതിനു സ്തോത്രിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു. നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കേട്ടവചനങ്ങളിൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോൾ